Subscribe my channel and enable bell icon to get notifications. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. വെൽക്കം ടു എസ് അക്കാഡമി. ഐ എം സജ്ന ഷിയാസ്. ഇന്ന് ഞാൻ ഹിന്ദി ഗ്രാമറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ടോപ്പിക് നെയിം സഗ്യ. സഗ്യ മീൻസ് നൗൺ. നൗൺ മത്ലബ് നാം, നെയിം, പേര്. ഓക്കെ, അപ്പോൾ സഗ്യ പേരെന്ന് ഞാൻ പറഞ്ഞു, നൗണിനെയാണ് നമ്മൾ ഹിന്ദിയിൽ സഗ്യ എന്ന് പറയുന്നത്. എന്താണ് പേരുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എന്തിൻ്റെ പേര് വേണമെങ്കിലും ആകാം. ഒരു അനിമലിൻ്റെ പേരാകാം, ഒരു പ്ലേസിൻ്റെ പേരാകാം, ഒരു ബേർഡിൻ്റെ പേരാകാം, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ പേരാകാം, പെറ്റ്സിൻ്റെ പേരാകാം, വെജിറ്റബിൾസിൻ്റെ പേരാകാം, ഫ്രൂട്ട്സിൻ്റെ പേരാകാം, നമ്മുടെ ഫീലിങ്സിൻ്റെ പേരുകളാകാം, എന്തെങ്കിലും ഒരു തിങ്സിൻ്റെ പേരുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ പേരുകളാകാം, എൻ്റെ പേരാകാം, നിങ്ങളുടെ പേരാകാം. ഈ എല്ലാ പേരുകളും അല്ലെ, നമുക്ക് ചുറ്റും ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ഓരോരോ നാമങ്ങളുണ്ട്, ഓരോരോ പേരുകളുണ്ട്. उसे ही संज्ञा बोलते हैं. ठीक है, उसे किसी जगह का हो या व्यक्ति का हो, कुछ वस्तु का हो, പക്ഷി का हो, कोई भी चीज की पता चले, എന്തിനെങ്കിലും നമുക്കൊരു വാക്കുകൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചാൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? സഗ്യ, നൗൺ, നെയിം എന്ന് പറയുന്നു. ओके, संज्ञा की परिभाषा क्या होती है देखते हैं. संज्ञा की परिभाषा, डेफिनेशन എന്താണെന്ന് നോക്കാം. जिन शब्दों से किसी व्यक्ति, वस्तु, जाति, भाव, स्थान आदि का पता चले तो उसे संज्ञा कहते हैं. ഏതൊരു വാക്ക് കൊണ്ടാണോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ ഒരു ജാതിയുടെയോ ഒരു ഭാവ് ഫീലിംഗിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെയോ പത്താച്ചലെ, നമുക്ക് പ്ലേസിനെയോ തിരിച്ചറിയാൻ സാധിക്കുന്നത്, ആ വാക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സഗ്യ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നല്ലേ. വ്യക്തി വരാം, മനുഷ്യർ, നമ്മളായിട്ടുള്ള ഓരോരുത്തരും വ്യക്തികളാണ് അല്ലെ. നമ്മുടെ പേര്, എൻ്റെ പേര്, നിങ്ങളുടെ പേര് എല്ലാം സഗ്യയാണ് അല്ലെ. നമ്മുടെ പേര് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. സജ്ന എന്നുള്ളത് ഞാനാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് എൻ്റെ നാമം കൊണ്ടാണ്, അത് സഗ്യയാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണെന്ന് നോക്കാം. മോഹൻ, മോഹൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ് അല്ലെ, സഗ്യയാണ്. സേബ്, ആപ്പിൾ ഒരു വസ്തുവിന്റെ പേരാണ്, സഗ്യയാണ്. പക്ഷി, ബേർഡ്സ് ഒരു ജാതിയാണ് സൂചിപ്പിക്കുന്നത്, സഗ്യയാണ്. മനുഷ്യ, നമ്മളെല്ലാം മനുഷ്യരാണ്, മനുഷ്യ എന്ന് പറയുന്നത് സഗ്യയാണ്, ജാതിയാണ് സൂചിപ്പിക്കുന്നത്. ഫീലിങ്സ് നോക്കാം. ദുഃഖ് സഗ്യയാണ്. അതുപോലെ തന്നെ സുഖ് സഗ്യയാണ്. നമ്മുടെ ഫീലിങ്സ് എല്ലാം സഗ്യയാണ്. അതുപോലെ തന്നെ നോക്കിയേ, ദില്ലി എന്ന് പറയുന്നത് സഗ്യയാണ്. അതുപോലെ തന്നെ താജ്മഹൽ സഗ്യയാണ്. ഓക്കെ, എല്ലാ നാമങ്ങളും എല്ലാ പേരുകളും എല്ലാ നെയിംസിനെയും നമ്മൾ എന്താണ് പറയുന്നത്? സഗ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സഗ്യയ്ക്ക്, നൗണിന് കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. എത്ര ഡിവിഷൻസ് ആണെന്ന് വെച്ചാൽ 6 ഡിവിഷൻസ് ആണുള്ളത്. സഗ്യക്ക് ജോ ഭേദ് കിतने होते हैं? 6 होते हैं. 6 ഡിവിഷൻസ് ആണ് സഗ്യക്കുള്ളത്, നൗണിനുള്ളത്. ഫസ്റ്റ് വൺ വ്യക്തിവാചക സഗ്യ, സെക്കൻഡ് വൺ ജാതിവാചക സഗ്യ, थर्ड वन भाववाचक संज्ञा, फोर्थ वन समूहवाचक संज्ञा, and fifth one it's ദ്രവ്യവാചക സംഖ്യ. ഓക്കെ, അപ്പോൾ സഗ്യയുടെ ഭേദങ്ങൾ, സഗ്യയുടെ ഡിവിഷൻസ് എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. ആദ്യത്തേത് വ്യക്തിവാചക സംഖ്യ. ഈ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാവാം. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, എന്തിനെങ്കിലും ഒന്നിനെ ഏതെങ്കിലും ഒരു പേര് കൊണ്ട് സൂചിപ്പിക്കുന്നെങ്കിൽ അത് വ്യക്തിവാചക സംഖ്യയിൽ വരും. നമുക്ക് ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഓക്കെ, ജാതിവാചക സംഖ്യ ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷി, മനുഷ്യ, ജാൻവർ ഇതെല്ലാം ജാതിവാചക സംഖ്യയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഭാവവാചക സംഖ്യ ക്രോധ്, ദുഃഖ്, സുഖ്, ये सब ഭാവവാചക സംഖ്യ में आते हैं. സമൂഹവാചക സംഖ്യ, സമൂഹ एक ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹവാചക സംഖ്യയായി മാറുന്നു. ദ്രവ്യവാചക സംഖ്യ, ദ്രവ്യവാചക സംഖ്യയിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മെറ്റീരിയൽസും ദ്രവ്യവാചക സംഖ്യയിൽ വരാം. ഈവൻ നമ്മുടെ ക്ലോത്ത് മുതൽ പാനി, വെള്ളം വരെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? ദ്രവ്യവാചക സംഖ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഗോൾഡ്, ഇതെല്ലാം മെറ്റൽ, ഇതെല്ലാം നമുക്ക് ദ്രവ്യവാചക സംഖ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ संज्ञा के भेद 6 होते हैं: व्यक्तिवाचक संज्ञा, जातिवाचक संज्ञा, भाववाचक संज्ञा, समूहवाचक संज्ञा और द्रव्यवाचक संज्ञा. संज्ञा के भेद में फर्स्ट वन व्यक्तिवाचक संज्ञा. ठीक है, व्यक्तिवाचक संज्ञा क्या होती है, उसके डेफिनेशन देखते हैं. जिस शब्द से किसी विशेष एवं निश्चित
व्यक्ति वस्तु या स्थान का बोध हो उसे വ്യക്തിവാചക സംജ്ഞ कहते हैं. ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെയോ പേര് നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വ്യക്തിവാചക സംജ്ഞ എന്ന് പറയുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരാളുടെ പേര്, ഒരു സ്ഥലത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ ഒരാളുടെ പേരാകാം, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പേരാകാം, ഒന്നിനെ നമുക്ക് സൂചിപ്പിക്കുന്നു. ഒന്നിനെ മനസ്സിലായോ? ഇപ്പൊ സജ്ന എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിവാചക സംജ്ഞയാണ്. എന്നെയാണ് സൂചിപ്പിക്കുന്നത്, എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പിനെ അല്ല സൂചിപ്പിക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ മൊബൈൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിവാചക സംജ്ഞയായിട്ട് ഉൾപ്പെടുത്താം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അങ്ങനെ ഒരു വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ആ ഒരു വസ്തുവിന്റെ പേരാണ് മൊബൈൽ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അതിന്റെ ഉദാഹരണം നോക്കാം. കൊൽക്കത്ത एक बड़ा शहर है. കൊൽക്കത്ത एक പ്ലേസ് കാ നാം ഹെ, एक സ്ഥാൻ കാ നാം ഹെ. കൊൽക്കത്ത എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്, അത് വ്യക്തിവാചക സംജ്ഞയാണ്. महेंद्र सिंह धोनी भारतीय क्रिकेट टीम के सर्वश्रेष्ठ खिलाड़ी है. മഹേന്ദ്ര സിംഗ് ധോണി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, MS ധോണി എന്ന് പറയുന്നത് ഭാരതീയ ക്രിക്കറ്റ് ടീമിന്റെ സർവശ്രേഷ്ഠ ഖിലാഡിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഖിലാഡി, ഒരു പ്ലെയർ ആണ് മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ പേരാണ് അല്ലെ. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നിശ്ചിത വ്യക്തിയെ സൂചിപ്പിക്കുന്നു മഹേന്ദ്ര സിംഗ് ധോണി എന്ന ആ ഒരു വാക്ക്. സോ അത് വ്യക്തിവാചക സംജ്ഞയാണ്. ഓക്കെ, വികാസ് ഫുട്ബോൾ ഖേൽത്താ ഹെ. വികാസ് ഫുട്ബോൾ ഖേൽത്താ ഹെ. വികാസ് എന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കുകയാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ പേരാണ്, അത് വ്യക്തിവാചക സംജ്ഞയാണ്. ഇതോടൊപ്പം തന്നെ വികാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, അതും വ്യക്തിവാചക സംജ്ഞയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യക്തിവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വാക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ ബോധം, അതായത് സ്ഥാനത്തിനെയോ നമുക്ക് ആ വാക്കുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു എങ്കിൽ അതാണ് വ്യക്തിവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഡിവിഷൻ ഏതാണെന്ന് നോക്കാം. ജാതിവാചക സംജ്ഞ. जातिवाचक संज्ञा की डेफिनेशन क्या है? जिस संज्ञा शब्द से किसी संपूर्ण जाति, नॉट द पॉइंट, यस, संपूर्ण जाति का बोध हो उसे जातिवाचक संज्ञा जानते हैं, कहते हैं. ठीक है, जाति का बोध होते हैं मनुष्य, पक्षी, जानवर, ये सब जाति होती है ना. पेड़, ये सब जाति होती है क्योंकि पूरे से हम क्या करते हैं, एक सभी को मिलजुलाकर एक नाम बोलते हैं ना. मतलब मनुष्य में हम सब जुड़े हुए हैं, पक्षी में सारी वर्ग के पक्षी जुड़े हुए हैं, सारी डिफरेंट बर्ड्स उसमें इंक्लूड हैं. इसी तरह संपूर्ण जाति को सूचित करने वाले शब्दों को, ഒരു ജാതിയെ മൊത്തത്തിൽ ഒരു ജാതിയെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജാതിവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, ആകാശ് മേ പക്ഷി ഉഡ് രഹേ ഹെ. ആകാശ് മേ പക്ഷി ഉഡ് രഹേ ഹെ. ആകാശത്തിൽ പക്ഷികൾ പറക്കുകയാണ്. ഒരു പക്ഷി എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. ഏതെങ്കിലും കാക്ക പറക്കുകയാണെന്നോ അല്ലെങ്കിൽ കുയില് പറക്കുകയാണെന്നോ അല്ല പറഞ്ഞേക്കുന്നത്. പക്ഷി, അതിലെല്ലാം പെടും. കാക്കയും കുയിലും മയിലും ഒക്കെ എന്തിൽ പെടും? പക്ഷി എന്ന ആ ഒരു ജാതിയിൽ ഉൾപ്പെടും അല്ലെ. അപ്പോൾ ഒരു ജാതി നാമം ആണ് പക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് ജാതിവാചക സംജ്ഞയാണ്. കക്ഷാമേ ബച്ചേ ബൈഠേ ഹെ. കക്ഷ, ക്ലാസ്, അതും ഒരു മൊത്തത്തിൽ ഒരു ജാതിയാണ് സൂചിപ്പിക്കുന്നത്. കക്ഷ എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സും. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് 1 തന്നെ 1A, 1B, 1C, 1D അങ്ങനെ ഡിവിഷൻസ് ഉണ്ടാവും. 2-നാണെങ്കിലും ഒരുപാട് ക്ലാസ് മുറികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നിനെയല്ല, ഒരു ഗ്രൂപ്പിനെ, ഒരു മൊത്തത്തിലുള്ള ഒരു ജാതിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. സോ കക്ഷ എന്ന് പറയുന്നത് ജാതിവാചക സംജ്ഞയാണ്. ഉസി തര ബച്ചേ, കക്ഷാമേ ബച്ചേ ബൈഠേ, ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്നു എന്നാണ് അല്ലെ. അപ്പോ ബച്ചേ എന്ന് പറയുന്നത് എന്താണ്? ജാതിവാചകമാണ്. ബച്ചേ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മൾ കുട്ടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതിലെല്ലാ കുട്ടികളും ഉൾപ്പെടും. എൻ്റെ കുട്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഇപ്പൊ ആ എല്ലാ കുഞ്ഞുമക്കളും അതിൽ ഉൾപ്പെടും അല്ലെ. അവരുടെ ജാതിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബച്ചേ എന്ന് പറയുന്നത് ജാതിവാചക സംജ്ഞയാണ്. ഓക്കെ, സൈനിക് ലഡ് രഹേ ഹെ. സൈനിക് എന്ന് പറയുന്നത് ജാതി, സോൾജിയേഴ്സ് അല്ലെ. ഒരു പട്ടാളക്കാരനെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പ്,
അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള ഗ്രൂപ്പിനെയാണ് സൈനിക് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ, ആ ഒരു ജാതി, ആ ഒരു വർഗം അല്ലെ, അവർക്ക് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ. അപ്പോൾ അതിനെയാണ് സൈനിക് എന്ന് പറയുന്നത് ജാതിവാചക് സംഖ്യയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ജാതിവാചക് സംഖ്യ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ഭാവുവാചക് സംഖ്യയാണ്. ഓക്കെ, ഇപ്പോൾ പഠിച്ചതിൽ നമുക്ക് കുറച്ചെങ്കിലും വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നത് ഭാവുവാചക് സംഖ്യയാണെന്ന് തോന്നാം. ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ, നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, जिन संज्ञा शब्दों से किसी व्यक्ति, स्थान अथवा वस्तु के गुण, दोष, दशा, अवस्था आदि का बोध होता है उन्हें भाववाचक संज्ञा कहते हैं. ठीक है, जिन संज्ञा से ഏതൊരു നൗണില്ല അല്ലെങ്കിൽ ഏതൊരു നാമം കൊണ്ടാണോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെയോ ഒരു വസ്തുവിന്റെയോ ഗുണത്തെയോ ദോഷത്തെയോ അവസ്ഥയോ സിറ്റുവേഷനെയോ ഒക്കെ കാണിക്കുന്നു എന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സംഖ്യ, ആ നൗൺ, ആ നെയിമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭാവവാചക് സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, സുന്ദർ ഭൂൽ. സുന്ദർ ഭൂൽ. ഭൂല് എന്ന് പറയുന്നത് സുന്ദർ ആണല്ലേ, സുന്ദരമായിട്ടുള്ള പൂവാണ് എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഗുണത്തെ, ഈ പൂക്കളുടെ ഗുണത്തെയാണ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് എന്താണ്, ഭാവവാചക് സംഖ്യയാണ്. ക്രോധ് നമ്മുടെ വികാരമാണ്, നമ്മുടെ ഭാവമാണ്, നമ്മുടെ ഫീലിംഗ് ആണ് അല്ലെ, അതെന്താണ്, ഭാവവാചക് സംഖ്യയാണ്. മിഠാസ് മധുരം, ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ മധുരിക്കുന്നു അല്ലെങ്കിൽ ലഡു കഴിക്കുമ്പോൾ മധുരിക്കുന്നു, അതും നമ്മുടെ ഭാവമാണ്, ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഗുണമാണ് അല്ലെ, ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭാവവാചക് സംഖ്യയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബുഢാപ്പ, വാർദ്ധക്യം അല്ലെ, നമ്മുടെ വാർദ്ധക്യം, യൗവനം, ഇതെല്ലാം എന്താണ്, അവസ്ഥയാണ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ് അല്ലെ, അതും എന്തെന്നാണ് പറയുന്നത്, ഭാവവാചക് സംഖ്യ എന്നാണ് പറയുന്നത്. ओके, അടുത്തതിലേക്ക് പോവാം. भाववाचक संज्ञा 4 प्रकार के शब्दों से बनाई जा सकती है. ഈ ഭാവവാചക സംഖ്യ, ഈ സംഖ്യയുടെ ഡിവിഷൻസ് പഠിക്കുമ്പോൾ ഭാവവാചക സംഖ്യയ്ക്ക് മാത്രമാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളും കൂടി പഠിക്കാനായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഭാവവാചക സംഖ്യയുടെ 4 प्रकार के शब्दों से बनाई जाती है. ഈ ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത് 4 പ്രകാരത്തിലുള്ള വാക്കുകളാൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. फर्स्ट वन, जातिवाचक संज्ञा से भाववाचक संज्ञा बनती है. कौन कौन सा है, एग्जाम्पल देखते हैं. चोर, चोरी. ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ, ചോരി എന്ന് പറഞ്ഞാൽ കളവ്. ബച്ച, കുട്ടി. ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിത്തം അല്ലെങ്കിൽ കുട്ടിക്കാലം. ഓക്കെ, മിത്ര എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, മിത്രത എന്ന് പറഞ്ഞാൽ സൗഹൃദം. വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. മാതാ എന്ന് പറഞ്ഞാൽ അമ്മ, മാതൃത്വം എന്ന് പറഞ്ഞാലോ മാതൃത്വം. ഓക്കെ, അപ്പോൾ ജാതിവാചക സംഖ്യയിൽ നിന്നും ഭാവവാചക സംഖ്യയിലേക്ക് എത്തുന്നു. ചോർ, കള്ളൻ എന്ന് പറയുന്നത് ഒരു ജാതിയാണ് സൂചിപ്പിക്കുന്നത്. ബച്ച, കുട്ടി എന്ന് പറയുന്നത് ഒരു ജാതിയാണ് സൂചിപ്പിക്കുന്നത്. ഈ കള്ളൻ എന്ന ഈ ജാതിയിൽ നിന്നും ചോരി ഭാവമാണ് അല്ലെ, കളവ് എന്ന് പറയുന്നത് ഒരു ഭാവവാചക സംഖ്യയാണ്. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ സർവനാം ശബ്ദോं से भाववाचक शब्द संज्ञा बनते हैं. कौन सा है देखते हैं. अहम, अहंकार. एक, एकता. अपना, अपनापन. मम, ममता. पराया, परायापन. ये सब सर्वनाम है. अहम, एक, प्रोनाउंस. ओके, सर्वनाम से भी क्या बनती है, भाववाचक संज्ञा बनती है. अहम, अहंकार. ഓക്കെ, സ്വയത്തിൽ നിന്നും അഹങ്കാർ, സ്വയം, ഞാൻ എന്ന ഭാവത്തിലേക്ക് മാറുന്നു. അപ്പൊ ഭാവവാചക സംഖ്യ അല്ലേ. ഏക്, ഒന്നെന്നുള്ളതിൽ നിന്ന് ഏകത, ഏക് എന്ന സർവനാമിൽ നിന്ന് ഏകത എന്ന ഭാവവാചക സംഖ്യയിലോട്ട് മാറുന്നു. ഏകത എന്ന് പറഞ്ഞാൽ ഒരുമ. ഓക്കെ, അപ്ന, എന്റേത് എന്ന അപ്ന, ഞാൻ എന്ന ആ ഒരു സർവനാമിൽ നിന്ന് അപ്നാപ്പൻ അല്ലെ, നമ്മുടേത് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം എന്ന ആ ഒരു ഭാവത്തിലേക്ക് മാറുന്നു. മം എന്ന സർവനാമിൽ നിന്നും മമത, മാതൃത്വം എന്ന സർവനാമിലേക്ക് മാറുന്നു. ഭാവവാചക സംഖ്യയിലേക്ക് മാറുന്നു. പരായ, പരായ എന്ന സർവനാമിൽ നിന്നും പരായാപ്പൻ. അടുത്തത് എന്താണെന്ന് നോക്കാം. വിശേഷൻ ശബ്ദോं से भाववाचक संज्ञा बनती है. വിശേഷൻ,
വിശേഷൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഗുണം ദോഷങ്ങളൊക്കെ പറയില്ലേ, അതിനെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. ഓക്കെ, വിശേഷൺ ഏതെങ്കിലും ഒരു വിശേഷതയെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വിശേഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ സുന്ദരം, ഭംഗിയുള്ള, പൊക്കമുള്ള എന്നൊക്കെയുള്ളതിനെയാണ് വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിൻ്റെങ്കിലും ഒരു ഗുണത്തിനെയോ ദോഷത്തിനെയോ ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുവെങ്കിൽ ആ തരത്തിലുള്ള വാക്കുകളെയാണ് വിശേഷണം എന്ന് പറയുന്നത്. ചതുർ से चतुराई, सरल से सरलता, मोटा मोटापा, हरा हरियाली, मीठा मिठास। विशेषण शब्दों से भाववाचक संज्ञा बनती है. जैसे चतुर, चतुर लड़का, चतुराई, उसकी जो चतुराई है वो तो भाववाचक बन गया. सरल, सरल लड़की है, बहुत सिंपल लड़की है, വളരെ സിമ്പിൾ ആയിട്ടുള്ള പെൺകുട്ടിയാണ്. സരളത, ആ ഒരു സിംപ്ലിസിറ്റി എന്ന ഭാവത്തിലേക്ക് മാറുന്നു. और मोटा, വലിപ്പമുള്ള, വണ്ണമുള്ള. മോട്ടാപ്പ എന്ന് പറഞ്ഞാൽ വണ്ണം, അല്ലെങ്കിൽ പൊതുവെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടാപ്പ, വലിപ്പം. और ഹര, ഹര എന്ന് പറഞ്ഞാൽ പച്ച, ഹരിയാലി, പച്ചപ്പ് എന്ന ഭാവവാചക സംഖ്യയിലേക്ക് മാറുന്നു. മീഠ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്, മീഠാസ് എന്ന് പറഞ്ഞാൽ മാധുര്യം. അപ്പോൾ വിശേഷൺ ശബ്ദത്തിൽ നിന്നും ഭാവവാചക സംഖ്യയിലേക്ക് ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് ഏതാണെന്ന് നോക്കാം. ക്രിയാ ശബ്ദ സേ ഭി ഭാവവാചക സംഖ്യ ബനത്തി ഹൈ. ക്രിയാ ശബ്ദങ്ങളിൽ നിന്നും ഭാവവാചക സംഖ്യ ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജീത്ന, ജീത്ന എന്ന് പറയുന്നത് ക്രിയയാണ്, ഒരു ഡൂയിങ് വേർഡ് ആണ്, കർമ്മമാണ് അല്ലെ. അപ്പോ ജീത്ന, ജയിക്കുക, ജീത്, വിജയം എന്ന ഭാവത്തിലേക്ക് മാറുന്നു. ചുനന, സെലക്ട് ചെയ്യുക. ചുനാവ്, ചുനാവ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് കപ്പാസിറ്റി, ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു ഭാവത്തിലേക്ക് മാറുന്നു. ചടന, നടക്കുക അല്ലെങ്കിൽ കയറുക. ചടായി എന്ന് പറഞ്ഞാൽ കയറ്റം എന്ന ഭാവവാചക സംഖ്യയിലേക്ക് മാറുന്നു. ഹാർന, തോൽവി. ഓക്കെ, ഹാർന എന്ന് പറഞ്ഞാൽ തോൽക്കുക. ആ ഒരു ക്രിയാശബ്ദത്തിൽ നിന്നും ഹാർ എന്ന തോൽവി എന്ന ഭാവവാചക സംഖ്യയിലേക്ക് മാറുന്നു. പഠന, പഠിക്കുക എന്ന ക്രിയാശബ്ദത്തിൽ നിന്നും പടായി, പഠനം എന്ന ഭാവവാചക സംഖ്യയിലേക്ക് മാറും. അപ്പോൾ ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത് 4 പ്രകാർ കെ ശബ്ദോं से बनाई जाती है. 4 തരത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. ഏതൊക്കെയാണ്? जातिवाचक संज्ञा से, सर्वनाम शब्दों से, और विशेषण शब्दों से, और क्रिया शब्दों से. ठीक है, तो चलते हैं हमारी नेक्स्ट डिविजन की ओर. नेक्स्ट वन इज समूहवाचक संज्ञा. जिन शब्दों से वस्तुओं अथवा प्राणियों के समूह या समुदाय का बोध होता है उन्हें समूहवाचक संज्ञा कहते हैं. जिन शब्दों से वस्तुओं अथवा प्राणियों के समूह या समुदाय का बोध होता है उन्हें समूहवाचक संज्ञा कहते हैं. ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണികളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ സമൂഹത്തിനെ, ഒരു ഗ്രൂപ്പിനെ, സമുദായത്തിനെ, ഒരു ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളെയാണ് നമ്മൾ സമൂഹവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ജैसे फूलों का गुच्छा. ഗുജ്ജ എന്ന് പറയുന്നത് പൂക്കളുടെ ഒരു കെട്ട് അല്ലെങ്കിൽ ഒരു ബൊക്ക എന്ന് പറയുന്നത് കുറേ പൂക്കൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് അല്ലെ. സോ ഗുജ്ജ എന്ന് പറയുന്നത് എന്താണ്? സമൂഹവാചക സംജ്ഞയാണ്. നെക്സ്റ്റ് നോക്കാം. പക്ഷിयों का झुंड, ഗ്രൂപ്പ്, കൂട്ടം. ഓക്കെ, അത് എന്ന് പറയുന്നത്, ചുണ്ട് എന്ന് പറയുന്നതും എന്താണ്? സമൂഹവാചക സംജ്ഞയാണ്. സേന, സൈന്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ആണ് അല്ലെ. സേന, സൈന്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ആണ് അല്ലെ. ഒരു കുറേ കൂട്ടം സോൾജിയേഴ്സിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് സേന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിനെ നമ്മൾ സേന എന്ന് പറയും അല്ലെ. യുദ്ധത്തില് 2 സൈഡിലും സേനകൾ ഉണ്ടാവും അല്ലെ, കുറേ ആൾക്കാർ ചേർന്നതാണ്. സോ സേന എന്ന് പറയുന്നത് സമൂഹവാചക സംജ്ഞയാണ്. അടുത്ത് പരിവാർ, കുടുംബം, ഫാമിലി സമൂഹവാചകമാണ് അല്ലെ. പരിവാർ എന്ന് പറയുന്നത്, ഫാമിലി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് അല്ലെ, ഒരു ഗ്രൂപ്പിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. സോ അതും എന്ത് തന്നെയാണ്? സമൂഹവാചക സംജ്ഞ തന്നെയാണ്. മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. പരിവാർ എന്ന് പറയുന്നത്, ഫാമിലി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് അല്ലെ, ഒരു ഗ്രൂപ്പിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. സോ അതും എന്ത് തന്നെയാണ്? സമൂഹവാചക സംജ്ഞ തന്നെയാണ്. മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. അടുത്ത ഡിവിഷൻ ഏതാണെന്ന് നോക്കാം. ലാസ്റ്റ് വൺ ഇറ്റ്സ് ദ്രവ്യവാചക സംജ്ഞ.
ദ്രവ്യവാചക സംഖ്യയുടെ ഡെഫിനിഷൻ നോക്കാം. ജിൻ സംഖ്യാ ശബ്ദോं से ദ്രവ്യവും പദാർത്ഥവും അഥവാ ധാതുവും കെ നാം കാ ബോധ होता है. ദ്രവ്യമാകാം, പദാർത്ഥങ്ങളാകാം, അല്ലെങ്കിൽ ധാതുക്കളാകാം. ഇപ്പൊ മെറ്റൽ പോലുള്ള ധാതുക്കളാകാം. ഇതിന്റെ എല്ലാം പേര് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിനെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, സംഖ്യ, നൗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നത്. പക്ഷേ ഈ ദ്രവ്യവാചക സംഖ്യ എപ്പോഴും എങ്ങനെയായിരിക്കും? ജിൻസെ നയി വസ്തു ബൻതി ഹൈ എവം ഉൻകാ മാപ്തോൽ കിയാ ജാ സക്താ ഹൈ. ഏതൊരു ദ്രവ്യവാചക സംഖ്യയിൽ നിന്നും നമുക്ക് പുതിയൊരു വസ്തുവിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനെ നമുക്ക് അളന്ന് തൂക്കാൻ സാധിക്കും. അതായത് അതിന്റെ വെയിറ്റ് നമുക്ക് തൂക്കാൻ സാധിക്കും. അത് ലിറ്ററിലായിക്കോട്ടെ, കിലോയിലായിക്കോട്ടെ, അതിന്റെ വെയിറ്റ് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. അത്തരത്തിലുള്ള സംഖ്യ, നൗണുകളെയാണ് ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നത്. ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. സോന, ഗോൾഡ് എന്ന് പറയുന്നത് ദ്രവ്യവാചക സംഖ്യയാണ് അല്ലെ. അതൊരു ധാതുവാണ് അല്ലെ. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ഗോൾഡിനെ നമുക്ക് ഉരുക്കി പല പല ഡിസൈൻസിൽ മേക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പോൾ നെയ് വസ്തു ബൻതി ഹൈ, അതിൽ നമുക്ക് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് അളവുണ്ട്, മാപ്തൂലുണ്ട്, കണക്കുണ്ട്, അളവുണ്ട് അല്ലെ. ഇപ്പോൾ 1 ഗ്രാം സ്വർണം, 1 ഗ്രാം ഗോൾഡ് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ 1 പവൻ സ്വർണം എന്ന് പറയും അല്ലെ. അതിനെ നമുക്ക് അളക്കാൻ സാധിക്കും, അതിനെ നമുക്ക് വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള സംഖ്യ, അത്തരത്തിലുള്ള വസ്തുക്കളെ, അത്തരത്തിലുള്ള ധാതുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, ലോഹ. ഇതും ലോഹങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? മെറ്റൽ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എന്താ ലോഹങ്ങൾ തന്നെ പല ഐറ്റംസ് ഇല്ലേ. ഇപ്പോൾ അലുമിനിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റീൽ ആയിക്കോട്ടെ, മെറ്റൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഉരുക്കി പല പല ഐറ്റംസ് നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നമുക്ക് അളവ് കണക്ക് കൂട്ടാൻ സാധിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ചില മെറ്റലൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കമ്പി ഒക്കെ നമ്മൾ ഇപ്പോൾ ബിൽഡിങ്സ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വെയിറ്റ് അളന്ന് കണക്കാക്കിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അപ്പോൾ അത്തരത്തിൽ അളക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഈ ലോഹകളെ അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കും? അതിന് വേറെ മെറ്റീരിയൽസ് അതിൽ നിന്ന് മേക്ക് ചെയ്യാനും സാധിക്കും. അത്തരത്തിലുള്ള വാക്കുകളെ നമ്മൾ ദ്രവ്യവാചക സംഖ്യ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ചാന്തി. ചാന്തി मतलब क्या होती है? സിൽവർ. സിൽവർ से भी कई सारी चीजें बनती हैं. നമ്മൾ സിൽവറിനെ ഉരുക്കി എന്തെല്ലാം മെറ്റീരിയൽസ്, മാലകൾ ഉണ്ടാക്കുന്നു, കമ്മൽ ഉണ്ടാക്കുന്നു. ഗോൾഡ് പോലെ തന്നെയാണ് അല്ലെ. അതിന്റെ എല്ലാം വെയിറ്റ് ഉണ്ട്. നമ്മളിപ്പം പോയി ഒരു പാദസരം വാങ്ങിക്കുകയാണ്, പാദസരത്തിന് അവർ ഇത്രയും വെയിറ്റ് പറയും അല്ലെ. ഇത്ര ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രാമിനുള്ളത് നമുക്ക് തരും. ഇത്ര ഗ്രാം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത്രയും ഗ്രാമിനുള്ളത്. അപ്പൊ അതിന്റെ വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ തന്നെ അതിനെ ഉരുക്കി അതിൽ നിന്ന് പുതിയ പുതിയ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അതിനെ ഉരുക്കി പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ദ്രവ്യവാചക സംഖ്യ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ദൂത്, പാല്. പാലെന്ന് പറയുന്നത് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? പാലിനെ നമ്മൾ വെണ്ണയാക്കും, പനീറുണ്ടാക്കും, അതിൽ നിന്ന് പിന്നെ മോര്, തൈര് ഒക്കെ അല്ലെ. പല പല ഐറ്റംസ് നമുക്ക് അതിൽ നിന്ന് മേക്ക് ചെയ്യാൻ സാധിക്കും. സ്വീറ്റ്സ് തന്നെ എന്തോരം ഐറ്റംസ് നമ്മൾ അതിൽ നിന്ന് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ പാല് നമുക്ക് അളന്നാണ് കിട്ടുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് ഒരു കപ്പ് കൊണ്ടുപോയിട്ട് ഈ കപ്പ് നിറച്ചു തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പാല് തരില്ല. പാല് നമുക്ക് അളന്നാണ് തരുന്നത് അല്ലെ. ഇപ്പോൾ 1/2 ലിറ്റർ പാലാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ പാൽ അവർ തരും. 1 ലിറ്റർ പാലാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അത് തരും. അതുപോലെ തന്നെ ഓയിൽ നമ്മൾ ലിറ്റർ കണക്കിനല്ലേ വാങ്ങിക്കുന്നത്. 1 ലിറ്റർ വേണം അല്ലെങ്കിൽ 1/2 ലിറ്റർ വേണം എന്ന് പറഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അളവ് കണക്കാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഐറ്റംസ് അതിനെല്ലാം, അതുപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പേരുകളെല്ലാം, സംഖ്യ, നൗണിനെയെല്ലാം നമ്മൾ ദ്രവ്യവാചക സംഖ്യ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഖ്യയുടെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിലൂടെ സംഖ്യ എന്താണെന്നും സംഖ്യയുടെ പരിഭാഷ എന്താണെന്നും വിത്ത് പിക്ചേഴ്സ് പഠിച്ചു. അതിൻ്റെ ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതിൽ ഭാവവാചക സംഖ്യയിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന മറ്റു കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. Okay, thank you for watching.